താൻ UDF-ലേക്കെന്ന പ്രചാരണം ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ സൃഷ്ടിയെന്ന് PK ശശി. താൻ CPM പാർട്ടി മെമ്പറാണ്. അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല കൃത്യമായി നിറവേറ്റുമെന്നും PK ശശി മലബാർ ന്യൂസിനോട് പറഞ്ഞു. വാർത്തകൾ വരുന്നുണ്ട്, സാറ് UDF-ലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വാർത്തകൾ അധികവും പ്രചരിപ്പിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ മുഖവിലക്കെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. കാരണം ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി കൊടുക്കുന്ന ഈ വാർത്തകളുടെ പിന്നിൽ ഒരുപക്ഷെ അവരുടെ റീച്ച് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന ശ്രമങ്ങളോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടിലൊന്നായിരിക്കാനാണ് സാധ്യത. പിന്നെ ഇക്കാര്യത്തിലുള്ള എൻ്റെ നിലപാട് ഞാൻ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. ഞാൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാണ്. പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന ഏത് തീരുമാനവും ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയിൽ എനിക്ക് ബാധകമാണ്. പിന്നെ പാർട്ടി അച്ചടക്കത്തെ ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ വയലേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ അചിന്തിയാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന പ്രചരണങ്ങളൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഓരോരുത്തർ അവരവരുടെ ഭാവനാവിലാസത്തിനനുസരിച്ച് ഓരോന്നും ഇങ്ങനെ ഇടുകയാണ്. ഞാൻ സാധാരണഗതിയിൽ ഇതൊന്നും നോക്കാറില്ല. എൻ്റെ ഈ ഫേസ്ബുക്കോ മറ്റേ വാട്സപ്പ് അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ആരെങ്കിലും പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഞാനത് നോക്കാറുള്ളൂ. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഒറ്റപ്പാലത്ത് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സാർ മത്സരിക്കുമെന്ന രീതിയിലൊക്കെയാണ് പ്രചാരണങ്ങൾ വരുന്നത്. അപ്പൊ അതിൽ വല്ല കഴമ്പുണ്ടോ? ഒറ്റപ്പാലത്ത് സാധാരണ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തന്നെയാണല്ലോ മത്സരിക്കാറുള്ളത്. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട്. ഈ പാർട്ടികൾക്കെല്ലാം അവരവരുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾ തന്നെയാണ് മത്സരിക്കാറുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കാറുണ്ട്, ഇറക്കി ചില സ്വതന്ത്രന്മാരൊക്കെ കൂടി മത്സരിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽ ഇന്നേവരെ പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ശ്രമം നടക്കുന്നതായി ഒരു കോൺഗ്രസ് നേതാവും എന്നോട് നാളിതുവരെ സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? ഒരു കോൺഗ്രസ് നേതാവും ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് നേതാവിനോട് അങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി നൽകണം? തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.